നിർബന്ധിത കുമ്പസാരം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. നിയമങ്ങൾ സ്വീകാര്യമല്ലെങ്കിൽ വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് പുറത്തുപോകാമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരാൾക്ക് ഏതു മതത്തിലും വിശ്വസിക്കാം. ഇക്കാര്യത്തിൽ നിർബന്ധമില്ല. അതിനാൽ കുമ്പസാരം ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. കുമ്പസാരം വിശ്വാസികളുടെയും വിശ്വാസത്തിന്റെയും വിഷയമാണ്. മതവിശ്വാസം തെരഞ്ഞെടുക്കുന്നതും കുമ്പസാരിക്കുന്നതും വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. മതത്തിൽ വിശ്വസിച്ചും അല്ലാതെയും ജീവിക്കാം. സ്വന്തം താൽപര്യപ്രകാരം ഏതെങ്കിലും മതം പ്രവർത്തിക്കണമെന്ന് പറയാനാകില്ല. വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോകാനുള്ള എല്ലാ അവകാശവും ഭരണഘടന നൽകുന്നുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിശ്വാസം നിലനിർത്താൻ വേണ്ടി കുമ്പസാരിക്കേണ്ടി വരുന്നു എന്ന വാദം അംഗീകരിച്ചില്ല. ഇത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദവും കോടതി തള്ളി. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് നഗരത്തിൽ 3 നില കെട്ടിടം തകർന്നു വീണു. മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപമുള്ള കെട്ടിടത്തിന്റെ ഒരു വശമാണ് തകർന്നത്. അപകടത്തിൽപ്പെട്ട 11 പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ തെരച്ചിൽ തുടരുകയാണ്. ഏറെ പഴക്കമുള്ള കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ തൂണുകൾ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപത്തുള്ള ഈ 3 നില കെട്ടിടം പൂർണ്ണമായും അതിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നത്. ഇവിടെ മൊബൈൽ ഷോപ്പുകളും അതോടൊപ്പം ലോഡ്ജും സ്വകാര്യ ധനകാര്യ സ്ഥാപനവും എല്ലാം തന്നെയുണ്ട്. താഴത്തെ വശത്തായി ഒരു കൂൾ ബാറും പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് എത്ര പേർ അവിടെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. ഇതുവരെ രക്ഷപ്പെടുത്തിയത് 11 പേരെയാണ്. ഈ 11 പേരിൽ ഒരാൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളാണ്. 10 പേരെ കെട്ടിടത്തിനുള്ളിൽപ്പെട്ട 10 പേരെ രക്ഷപ്പെടുത്തി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ അല്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ ഫയർഫോഴ്സ്, അതുപോലെ പോലീസ്, നാട്ടുകാരുടെ എല്ലാം തന്നെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടി ഈ അപകടം നടന്നതിന്റെ 300 മീറ്റർ ചുറ്റളവിൽ ജില്ലാ കലക്ടർ നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെ പോകുന്നതിനുള്ള ഗതാഗത നിയന്ത്രണവും നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആശങ്ക കുറയുന്നു, നീരൊഴുക്കും. ജലനിരപ്പ് 2398 അടിയിലെത്തുമ്പോൾ ഇടുക്കി അണക്കെട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ തുറക്കാൻ തീരുമാനം. മഴ ദുർബലമായാലും അണക്കെട്ടിന്റെ സാങ്കേതിക ശേഷി ഉറപ്പുവരുന്നതിനായി ട്രയൽ റൺ നടത്തും. നിലവിൽ 2396.16 അടി വെള്ളമാണ് ഉള്ളത്. നീരൊഴുക്ക് ദുർബലമായതുകൊണ്ട് അണക്കെട്ട് തുറക്കേണ്ടതില്ലെന്നായിരുന്നു KSEB നിലപാട്. എന്നാൽ ഷട്ടറുകൾ തുറക്കണമെന്ന നിലപാടിൽ മന്ത്രി MM മണി ഉറച്ചുനിന്നു. ഇതോടെയാണ് ട്രയൽ റണ്ണിന് വഴിതെളിഞ്ഞത്. മുന്നറിയിപ്പും അലർട്ടും കൊടുത്തുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം ഇത് തുറന്നു വിടണം എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നതാണ്. ചെറുതോണി അണക്കെട്ടിന്റെ മധ്യത്തിലുള്ള ഷട്ടർ 50 സെന്റിമീറ്റർ ഉയരത്തിൽ 4 മണിക്കൂർ തുറന്നുവിടും. തുലാവർഷത്തിന് മുൻപ് അണക്കെട്ടിന്റെ സാങ്കേതിക ശേഷി പരിശോധിക്കുന്നതിന് കൂടിയാണ് പരീക്ഷണ തുറക്കലെന്ന് KSEB ചെയർമാൻ NS പിള്ള പറഞ്ഞു. സാമ്പത്തികമോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു വാണിജ്യപരമായ നേട്ടത്തെക്കാളോ ഉപരി വ്യക്തമായി ഇത് ഇനിയൊരു അടുത്ത കാലത്ത് 92 ശേഷം തുറന്നു വിട്ടിട്ടില്ലാത്തതിനാൽ ഇനി ഒരു പക്ഷേ തുലാവർഷത്തിനോടുകൂടി സ്പില്ലോടുകൂടി തുറന്നു വിടേണ്ട ഒരു സ്ഥിതി വന്നാൽ പോലും അതിന്റെ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി തയ്യാറെടുപ്പ് നടത്താൻ ഈ ട്രയൽ റൺ ഉപകരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഒരു ട്രയൽ റൺ എന്ത് സാഹചര്യത്തിലും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 2396 അടിയിലെത്തിയ ശേഷം അണക്കെട്ടിലെ ജലനിരപ്പിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല. നിലവിലെ അവസ്ഥ തുടർന്നാൽ അണക്കെട്ട് തുറക്കാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടിവരും. 2398 അടിയിലെത്തിയ ശേഷം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് നിശ്ചിത സമയം നൽകിയ ശേഷമാകും തുറക്കുക. ഷട്ടർ ഉയർത്തി അണക്കെട്ടിൽ ട്രയൽ റൺ നടത്താൻ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കാലവർഷം ദുർബലമായതിനാൽ 2398 എന്ന ജലനിരപ്പ് എപ്പോഴെത്തുമെന്നാണ് ഇനി അറിയേണ്ടത്. ഇടുക്കി ഡാമിൽ നിന്നും ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. കാലവർഷക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘം അടുത്തയാഴ്ച സംസ്ഥാനത്തെത്തും. ആഭ്യന്തര സെക്രട്ടറി ധർമ്മ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദുരിത മേഖലകളിൽ സന്ദർശനം നടത്തുക. അതേസമയം വെള്ളപ്പൊക്കത്തിൽ കുട്ടനാട്ടിൽ മാത്രം 524 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു.
ഈ മാസം 7 മുതൽ 9 വരെയാണ് കേന്ദ്ര സംഘം കേരളത്തിൽ സന്ദർശനം നടത്തുക. വെള്ളപ്പൊക്കം ഏറ്റവും ദുരിതം വിതച്ച കോട്ടയം, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലായാണ് സന്ദർശനം. ഇവരുടെ വിലയിരുത്തലിന് ശേഷമാകും കൂടുതൽ കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതിന് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുക. അതേസമയം ആരോഗ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവർ കുട്ടനാട്ടിൽ സന്ദർശനം നടത്തി. കുട്ടനാട്ടിൽ മാത്രം 524 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഏതാണ്ട് 524 കോടി രൂപയുടെ നഷ്ടം ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മാത്രം ഉണ്ടായതായിട്ട് ഇവിടെ പ്രാഥമികമായൊരു കണക്കുണ്ട്. ആ പ്രാഥമികമായ കണക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അതിനപ്പുറത്താണ് നമ്മുടെ നാശനഷ്ടങ്ങൾ. അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകർച്ചവ്യാധികൾ തടയാൻ സർക്കാർ സുസജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. ഉള്ള സംവിധാനം ഉപയോഗിച്ചിട്ട് മെഡിക്കൽ സിസ്റ്റം ആകെ ഉണർന്ന് പ്രവർത്തിച്ച് പകർച്ചവ്യാധി തടയുക എന്നുള്ളതാണ്. നിലവിലുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാൻ അനുസരിച്ച് പ്രവർത്തിച്ചാൽ, നല്ല ജനകീയ പങ്കാളിത്തത്തോടുകൂടി പ്രവർത്തിച്ചാൽ പകർച്ചവ്യാധി തടസ്സപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിക്കാനാവാതെ AC റോഡ് അടക്കം ഇപ്പോഴും വെള്ളത്തിലാണ്. പൊതുവെ തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിലും കുട്ടനാട്ടുകാരുടെ ദുരിത ജീവിതം അറുതിയില്ലാതെ തുടരുകയാണ്. കേന്ദ്ര സംഘത്തിന്റെ വരവിനെ വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ഷമീമിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. SSLC പരീക്ഷാ തീയതി മാറ്റി. പരീക്ഷ മാർച്ച് 13 തുടങ്ങി 27 അവസാനിക്കും. നേരത്തെ തീരുമാനിച്ചിരുന്നത് മാർച്ച് 6 തുടങ്ങാനാണ്. ഓണപരീക്ഷ ഓഗസ്റ്റ് 31 ആരംഭിക്കാനും തീരുമാനിച്ചു. മഴ കാരണം നഷ്ടപ്പെട്ട ക്ലാസുകൾ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കി പരിഹരിക്കും. DPIയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് തീരുമാനമെടുത്തത്. തൊടുപുഴയിൽ 4-അംഗ കുടുംബത്തിന്റെ കൊലപാതകത്തിന് മന്ത്രവാദ ക്രിയകളുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. കൃഷ്ണനെ കാണാൻ ആളുകൾ എത്തിയിരുന്നത് ആഡംബര വാഹനങ്ങളിലാണ്. കൊലപാതകം നടത്തിയത് 1-ൽ കൂടുതൽ ആളുകളാണെന്നും അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. മന്ത്രവാദ ക്രിയകൾ നടത്തിയിരുന്ന കൃഷ്ണൻ അയൽവാസികളോടും ബന്ധുക്കളോടും അകലം പാലിച്ചിരുന്നു. 12 വർഷമായി സഹോദരങ്ങളുമായി പോലും അടുപ്പം പുലർത്തിയിരുന്നില്ല. 12 വർഷത്തിന് മുകളിലായിട്ട് അങ്ങനെ നമ്മളോട് മിണ്ടാറില്ല. മന്ത്രവാദക്രിയ പുറത്തറിയാതിരിക്കാൻ കൃഷ്ണൻ ആഗ്രഹിച്ചിരുന്നു. അപരിചിതരായ പലരും കൃഷ്ണനെ കാണാൻ വന്നുപോയിരുന്നതായും സഹോദരൻ പറയുന്നു. ആൾക്കാർ കൂടി കൈകാര്യം ചെയ്തല്ല. ഇപ്പൊ ഒറ്റയ്ക്കൊന്നും പുള്ളീനെ അങ്ങനെ കീഴ്പ്പെടുന്ന നടപടിയുള്ള കേസല്ല. നല്ല ആരോഗ്യമുള്ള ആൾക്കാരല്ലേ. ഇതൊക്കെ കരുതി കൂട്ടി അന്ന് വന്നിരുന്ന് ചെയ്ത കേസായത്. ആചാനബാഹുവായ കൃഷ്ണനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയത് 1-ൽ കൂടുതൽ ആളുകൾ ചേർന്നാണെന്നാണ് പോലീസ് നിഗമനം. കൃഷ്ണനെ അടുത്തറിയാവുന്ന ആളുകൾ തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്നും സംശയിക്കുന്നു. വ്യക്തിവൈരാഗ്യമോ മന്ത്രവാദ ക്രിയകൾ പരാജയപ്പെട്ടതോ കൊലപാതകത്തിന് കാരണമാകാം. കൊലപാതക സംഘം ഉപേക്ഷിച്ച ആയുധം പോലീസ് കണ്ടെടുത്തിരുന്നു. സംഭവത്തിന്റെ ചുരുളഴിക്കാൻ അന്വേഷണം ഊർജിതമാക്കി. കൊലപാതകം നടന്ന വീടിന് സമീപം മറ്റൊരു വീട്ടിൽ പോലീസ് ക്യാമ്പ് ഓഫീസ് തുറന്നു. ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും മൊഴിയെടുത്തു തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട 4 പേരുടെയും മൃതദേഹം സംസ്കരിച്ചു. വീട്ടുവളപ്പിൽ ഒരു കുഴിയിൽ തന്നെയാണ് 4 മൃതദേഹങ്ങളും സംസ്കരിച്ചത്. തലയിൽ ഉൾപ്പെടെ ശരീരത്തിലേറ്റ മാരകമായ മുറിവുകളാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മൃതദേഹങ്ങൾക്ക് 1.5 ദിവസത്തിന് മേൽ പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വിലയിരുത്തുന്നു. VM സുധീരൻ UDF സംസ്ഥാന സമിതിയിൽ നിന്നും രാജിവെച്ചു. KPCC അധ്യക്ഷനും UDF ചെയർമാനും ഇമെയിലായാണ് രാജിയച്ചത്. കൂടുതൽ വിശദീകരണത്തിന് സുധീരൻ തയ്യാറായില്ല. UDF സംസ്ഥാന സമിതിയിലെ അംഗത്വം തുടരുന്നതിന് താൽപ്പര്യമില്ല. ആയതിനാൽ ഞാൻ അത് ഉപേക്ഷിക്കുന്നു. ആവശ്യമായ ക്രമീകരണം വരുത്തുമല്ലോ. ഇക്കാര്യം സംബന്ധിച്ച UDF ചെയർമാനും എഴുതിയിട്ടുണ്ട്. ഈ 4 വരി കത്തിൽ എവിടെയും രാജിയുടെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. ഒന്നും ഇപ്പൊ പറയുന്നില്ല. ഒന്നും പറയുന്നില്ല. അല്ല ഞാനിപ്പോ ഇതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാനൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യാതെ കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകിയതോടെയാണ് സുധീരൻ നേതൃത്വവുമായി ഇടഞ്ഞത്. വാർത്താ സമ്മേളനം വിളിച്ച നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു. ആരോപണങ്ങളെ അവഗണിച്ച നേതാക്കൾ ഈ വിഷയത്തിൽ സുധീരനുമായി ചർച്ചയ്ക്കും തയ്യാറായില്ല. ഹൈക്കമാൻഡിൽ നിന്നും അനുനയ നീക്കം ഉണ്ടായില്ല. മാണി ഗ്രൂപ്പ് മടങ്ങി വന്ന യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ സുധീരൻ തുടർന്നുള്ള യോഗങ്ങളിലും പങ്കെടുത്തിരുന്നില്ല. തന്റെ തുടർച്ചയായ പ്രതിഷേധങ്ങളെ നേതൃത്വം പൂർണ്ണമായും അവഗണിച്ചതാണ് പ്രകോപന കാരണമെന്ന് കരുതുന്നു. എന്നാൽ ഇപ്പോഴത്തെ രാജിയോടും സമാനമായ അവഗണനാ നയം സ്വീകരിക്കാനുള്ള സാധ്യത തള്ളാനാവില്ല. ആർ കിരൺ ബാബു, ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകാൻ സാധ്യതയെന്ന് PS ശ്രീധരൻപിള്ള. സുധീരനെ പോലുള്ള ഖദർദാരികൾക്ക് പുതിയ പാർട്ടി രൂപീകരിക്കാം. അവർക്ക് NDA ഒരു ചോയ്സ് ആയിരിക്കും. ഘടകകക്ഷികൾക്ക് മുന്നിൽ കോൺഗ്രസ് ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ്. ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർക്ക് ഇത് കണ്ടു നിൽക്കാനാവില്ല. ഇരു മുന്നണികളുടെയും കള്ളപ്രചരണം മറികടന്ന് BJP കേരളത്തിൽ മുന്നേറുമെന്നും ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് പറഞ്ഞു.
എസ് ഹരീഷിന്റെ വിവാദ നോവൽ മീശ നിരോധിക്കുന്നതിന് എതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. നോവലിലേത് 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഭാവനാപരമായ സംഭാഷണം മാത്രമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. വിവാദമായ 3 അധ്യായങ്ങളുടെ പരിഭാഷ 5 ദിവസത്തിനകം സമർപ്പിക്കാൻ പ്രസാധകർക്ക് കോടതി നിർദ്ദേശം നൽകി. എസ് ഹരീഷിന്റെ വിവാദ നോവൽ മീശ മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്നാരോപിച്ച് ഡൽഹി മലയാളി രാധാകൃഷ്ണൻ നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ ശ്രദ്ധേയ നിരീക്ഷണങ്ങൾ. പുസ്തകം നിരോധിക്കണമെന്ന ആവശ്യം ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ പിങ്കി ആനന്ദ് അറിയിച്ചു. 3 പാരഗ്രാഫുകൾ ഉയർത്തിക്കാട്ടി രാഷ്ട്രീയം കുത്തിനിറച്ചാണ് ഹർജിയെന്നായിരുന്നു സംസ്ഥാന സർക്കാർ വാദം. നോവലിലേത് 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഭാവനാപരമായ സംഭാഷണമാണെന്ന് ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് DY ചന്ദ്രചൂഡും നിരീക്ഷിച്ചു. വിവാദങ്ങളുടെ പേരിൽ പുസ്തകം നിരോധിക്കുന്ന സംസ്കാരത്തോട് യോജിക്കാനാകില്ല. അങ്ങനെ പുസ്തകങ്ങൾ നിരോധിച്ചാൽ സ്വതന്ത്രമായ ആശയങ്ങളുടെ ഒഴുക്കിനെ ബാധിക്കും. 2 പാരഗ്രാഫുകൾ ഉയർത്തിക്കാട്ടി പുസ്തകം തന്നെ ചവറ്റുകുട്ടയിലേക്ക് എറിയാനാണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് വിവാദമായ 3 അധ്യായങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷ 5 ദിവസത്തിനകം സമർപ്പിക്കാൻ കോടതി പ്രസാധകരോട് ആവശ്യപ്പെട്ടത്. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമാകുന്ന IPC 497ന്റെ സാധുത ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. വിവാഹേതര ബന്ധത്തിലേർപ്പെടുന്ന പുരുഷൻ മാത്രം കുറ്റക്കാരനാകുന്ന വ്യവസ്ഥ ഏകപക്ഷീയമാണ്. പുരുഷനെ കുറ്റവാളിയും സ്ത്രീയെ ഇരയുമായി കാണുന്നതിൽ യുക്തിയില്ല. ഭർത്താവിന്റെ സമ്മതത്തോടെയേ സ്ത്രീ വിവാഹേതര ബന്ധത്തിലേർപ്പെടാവൂ എന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തതിൽ അത്ഭുതമുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു. ബന്ദിപ്പൂർ വനമേഖലയിലെ രാത്രിയാത്രാ വിലക്ക് നീക്കാൻ കർണാടകത്തിന്റെ പിന്തുണ തേടി കേന്ദ്ര സർക്കാർ. മൃഗങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കണം, അതിനായി പാതയിൽ വരുത്തേണ്ട മാറ്റങ്ങളടങ്ങുന്ന പദ്ധതിയുടെ രൂപരേഖ കേന്ദ്ര ഗതാഗത സെക്രട്ടറി കർണാടക ചീഫ് സെക്രട്ടറിക്ക് അയച്ചു. പദ്ധതിക്കാവശ്യമായ തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കിടണം. കേന്ദ്ര ഉപരിതല ഗതാഗത സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സുപ്രീംകോടതി നിയമിച്ച സമിതിയാണ് ബന്ദിപ്പൂർ രാത്രിയാത്രാ വിലക്ക് നീക്കാൻ ശുപാർശ തയ്യാറാക്കിയത്. ഓഗസ്റ്റ് 8-ന് അന്തിമ ശുപാർശ സുപ്രീംകോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് കേന്ദ്രം കർണാടകത്തിന്റെ പിന്തുണ തേടിയത്. ഉപരിതല ഗതാഗത സെക്രട്ടറി YS മാലിക് കർണാടക ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്ന ശുപാർശകൾ: മൃഗങ്ങളുടെ നീക്കം തടസ്സപ്പെടാതിരിക്കാൻ ദേശീയപാത 212-ൽ 1 കിലോമീറ്റർ വീതം നീളമുള്ള 5 മേൽപ്പാലങ്ങൾ നിർമ്മിക്കണം. 4 കർണാടകയുടെ ഭാഗത്തും 1 വയനാട് ഭാഗത്തും. പാതയുടെ വീതി 15 മീറ്ററായി വർദ്ധിപ്പിക്കണം. റോഡിന്റെ ഇരുവശത്തും 8 അടി ഉയരത്തിൽ കമ്പിവല കെട്ടണം. കേന്ദ്രത്തിന്റെ ശുപാർശകൾ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലെയും ഉത്തര കേരളത്തിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. സുപ്രീം കോടതി മുമ്പാകെ കർണാടകം സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്താണ് എന്നുള്ളത് പ്രസക്തമാണ്. ഇപ്പോൾ നമുക്ക് ഒത്തുപിടിച്ചാൽ ചിലപ്പോൾ കേരളീയരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന തോന്നലുണ്ട്. സംസ്ഥാനങ്ങൾ തുക കണ്ടെത്തണമെന്ന നിർദ്ദേശം അപ്രായോഗികമാണെന്ന് മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. അടുത്തിടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിൽ കർണാടക മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പദ്ധതിയോട് അനുകൂല നിലപാടറിയിച്ചതായി കത്തിലുണ്ട്. എന്നാൽ സംസ്ഥാന വനം വകുപ്പ് ശക്തമായ എതിർപ്പ് തുടരുന്നതുകൊണ്ട് തന്നെ HD കുമാരസ്വാമിയുടെ നിലപാട് നിർണായകമാകും. ഡൽഹിയിൽ നിന്നും ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ കരുണ കേസിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയുടെ വിമർശനം. വിദ്യാർത്ഥി പ്രവേശനം ക്രമപ്പെടുത്താൻ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. കോടതി വിധി മറികടക്കാൻ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരികയാണെങ്കിൽ കോടതി എന്തിനാണ്? ഇപ്പോൾ കേരളത്തിന് ഇളവ് നൽകിയാൽ മറ്റ് സംസ്ഥാനങ്ങളും ഇതേ മാതൃക പിന്തുടരും. സർക്കാർ നടപടി തുല്യതയ്ക്കുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്നും കോടതി പറഞ്ഞു. കേസിൽ ചൊവ്വാഴ്ച വാദം തുടരും. ദേശീയതലത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വിശാല സഖ്യ സാധ്യത തള്ളി CPM. ദേശീയ സഖ്യം രാജ്യത്ത് സാധ്യമായ കാര്യമല്ല. BJPയെ പരാജയപ്പെടുത്താൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ധാരണയുണ്ടാക്കുമെന്ന് PB അംഗം S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. ഇക്കാര്യം നാളെ നടക്കുന്ന PB യോഗം ചർച്ച ചെയ്യും. പ്രതിപക്ഷ നേതാക്കളുമായുള്ള മമതാ ബാനർജിയുടെ ചർച്ചകളെ ഗൗരവത്തോടെ കാണുന്നില്ല എന്നും CPM കേന്ദ്ര നേതാക്കൾ വ്യക്തമാക്കി. പാർലമെന്റിനകത്തെ സഹകരണം പുറത്തേക്കും വ്യാപിപ്പിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് 17 പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെക്കുറിച്ച് BJP അധ്യക്ഷൻ അമിത്ഷാ നടത്തിയ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കില്ലെന്ന് രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു റൂളിംഗ് നൽകി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് രാവിലെ ചെന്നൈയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാവേരി ആശുപത്രിയിലെത്തിയാണ് കരുണാനിധിയെ കണ്ടത്. നിലവിലെ ആരോഗ്യനിലയിൽ തൃപ്തിയുണ്ടെന്ന് മക്കളായ സ്റ്റാലിനും കനിമൊഴിയും പിണറായി വിജയനെ അറിയിച്ചു. ഫാൻസ് പ്രവർത്തനം ഗുണ്ടായിസമായെന്ന് നടൻ ഇന്ദ്രൻസ്. കൂവി തോൽപ്പിക്കുന്ന പ്രവണത നല്ലതല്ല.
മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇത് പ്രോത്സാഹിപ്പിക്കരുത്. ഫാൻസിനോട് പഠിക്കാനും പണിയെടുക്കാനുമാണ് പറയേണ്ടത് എന്നും ഇന്ദ്രൻസ് പാലക്കാട്ട് പറഞ്ഞു. ഫാൻസ് ഇഷ്ടമുള്ളവരൊക്കെ ഫാൻസ് എങ്ങനെയല്ല, അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചിട്ട് അങ്ങനെ ചെയ്യല്ലേ, അതൊരു ഗുണ്ടാ പ്രവർത്തനമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തിയേറ്ററിനടയിൽ പോയി വിളിക്കുന്നവനെ തന്നെ അതിൽ ഉശിരുള്ളവനെ മാറി നിന്ന് നോക്കുന്നവൻ കൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. പോയി പണി നോക്കടാ, പഠിക്കടാ എന്നൊക്കെ പറയണവര്. അല്ല, ഇത് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഞാൻ പറഞ്ഞ കുടുംബങ്ങളാണെന്ന് പറയുക. കുഞ്ഞിലെ തന്നെ അറിയാമല്ലോ അവൻ ആരുടെ അമിതമായി ഭ്രാന്ത് തോന്നുന്നു, അതിനെ തടയുക എന്നുള്ളത് ചില വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ സഹോദരങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയും. അത് തെറ്റ് മനസ്സിലാക്കി പുതിയ തലമുറയെങ്കിലും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഗസൽ ചക്രവർത്തി ഉമ്പായിക്ക് നാടിന്റെ യാത്രാമൊഴി. മട്ടാഞ്ചേരി കൽവത്തി പള്ളിയിലായിരുന്നു ഖബറടക്കം. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കൽവത്തി കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. വിസ തട്ടിപ്പിനിരയായി മലയാളി വീട്ടമ്മ ഒമാനിൽ വീട്ടുതടങ്കലിൽ. ദുബായിൽ ആശുപത്രി ജോലി വാഗ്ദാനം ചെയ്താണ് മലയാളിയായ ഏജന്റ് ഒമാനിൽ വീട്ടുപണിക്കെത്തിച്ചത്. ദിവസവും ക്രൂരമർദ്ദനത്തിനിരയാകേണ്ടി വന്നതായും നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്നില്ല എന്നും പത്തനംതിട്ട സ്വദേശി അമ്പിളി രാജമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. കുടുംബത്തിന് താങ്ങാകാൻ ഗൾഫിലേക്ക് പോയ അടൂർ പുതുവൽ അമ്പിളിയുടെ ജീവിതം ഇന്ന് നരകതുല്യമാണ്. കോഴിക്കോട് സ്വദേശിയായ ഏജന്റ് വാഗ്ദാനം ചെയ്തത് ദുബായ് ആശുപത്രിയിൽ ജോലി. പക്ഷേ എത്തിച്ചത് ഒമാനിൽ. അവിടെ വീട്ടുതടങ്കലിൽ അടിമജീവിതം നയിക്കുകയാണിപ്പോൾ. ഭക്ഷണം കഴിക്കുന്നവ ഡെയിലി ഓരോ ഗ്ലാസ് പച്ചവെള്ളം വിശപ്പോ തണുത്ത പച്ചവെള്ളം കുടിക്കുന്നത് എന്റെ ആകാരം. 2ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഇവരെ 3 വീടുകളിലായാണ് ജോലി എടുപ്പിക്കുന്നത്. മിക്കപ്പോഴും ഭക്ഷണം പോലും നൽകാറില്ലെന്നും അമ്പിളി പറയുന്നു. ഞാൻ എന്റെ വീട്ടിൽ എന്റെ മക്കളോട് പറഞ്ഞില്ല എന്റെ വീട് നോക്കി വരുമെന്ന്. 2 ദിവസം ടൂറ് പോയപ്പോ എന്നോട് അനിയനായിരുന്നു. അയാളെ ഒരുപാട് ഉപദ്രവിക്കും, ഒരുപാട് പിടിക്കുകയും ചെയ്ത് ഞാൻ വീട്ടിൽ പിള്ളേരോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് വീട്ടിലെത്തിയാൽ മാത്രം മതി. അമ്പിളിയെ നാട്ടിലെത്തിക്കാൻ നിരവധി തവണ ഏജന്റുമായി ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. അമ്മയെ അവിടെ തടങ്കി പൂട്ടിയിട്ടേക്കുക. പിന്നെ അമ്മ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗതികേട് കൊണ്ട് പോയതാ. ഇതിന്റെ പുറയിൽ എന്ത് ചെയ്യണമെന്നോ ഒന്നും എനിക്കും അറിയത്തില്ല, വീട്ടിൽ ആർക്കും അറിയത്തില്ല. അതിനുള്ള പഠിപ്പേ ഉള്ളൂ ഞങ്ങൾക്ക്. അന്നേരം എങ്ങനെയെങ്കിലും സർക്കാർ ഇടപെട്ട് എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിൽ കൊണ്ടുവരണം. എൻ്റെ ഒരു അപേക്ഷയായിട്ട് അംഗീകരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അത്രയ്ക്ക് വയ്യാത്ത പോലെ ആയി. അമ്മ ബ്ലഡൊക്കെ സാധിക്കും, അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ അസുഖമുണ്ട്. ബ്ലഡൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് കാണും. എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ കൊണ്ടുവരാൻ നോക്കണം. അടിമകളെ പോലെ ജോലി ചെയ്തുകൊണ്ട് നിരവധി മലയാളി സ്ത്രീകളാണ് ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്തവരെയും നിർധനരായ ആളുകളെയും തിരഞ്ഞുപിടിച്ചാണ് ഇത്തരം തട്ടിപ്പിന് ഇരയാക്കുന്നത്. അടൂർ പുതുവിൽ നിന്നും ക്യാമറമാൻ PK പ്രശാന്തനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.